കൂട്ടുകാരെ, സമുദ്രതീരത്തുള്ള ഈ മണൽത്തരികളെ ആരെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടോ? ഈ മണൽത്തരികൾ എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാലങ്ങളായിട്ട് ഇവ സമുദ്രതീരത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവയുടെ മാറ്റം എങ്ങനെയായിരുന്നു? കാലങ്ങൾക്ക് മുന്നേ ഇവ എങ്ങനെയായിരിക്കും? ഇതിനെക്കുറിച്ചൊന്ന് നമുക്ക് ചിന്തിച്ചാലോ? നോക്കൂ, നദീതീരത്തുള്ള ഈ കൽക്കഷ്ണങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? കാലങ്ങൾക്ക് മുന്നേ ഏതോ പർവ്വതത്തിൽ നിന്നും അടർന്നു വീണ് നദികളിലൂടെ ഒഴുകിയെത്തിയ ഇവയുടെ രൂപമാറ്റത്തെക്കുറിച്ച് ഇന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ സെൻസാർ പുസ്തക് ഹെ എന്ന പാഠഭാഗമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? പാറക്കഷ്ണങ്ങളെക്കുറിച്ചും അവയുടെ രൂപമാറ്റത്തെക്കുറിച്ചുമാണ് ഈ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 71 എടുക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ലോകമാകുന്ന ഈ പുസ്തകത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രകൃതിയുടെ അക്ഷരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. तो प्रकृति की अक्षर पढ़ने के बारे में पिछले कक्षा में हमने देखा. आगे देखो. तभी तुम उसकी कहानी उसकी पत्थरों और चट्टानों की किताब से पढ़ सकोगे. പ്രകൃതിയുടെ അക്ഷരങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉപകാരം? തബ് തും ഉസ്കി കഹാനി, അവയുടെ കഥകൾ, പ്രകൃതിയുടെ കഥകൾ, പത്തറോ ഓർ ചട്ടാനോ സെ, കല്ലുകളിൽ നിന്നും പാറക്കഷ്ണങ്ങളിൽ നിന്നും തും പഠ് സക്കോങ്കി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രകൃതിയുടെ ഓരോ ജീവജാലങ്ങളും, പ്രത്യേകിച്ച് കൽക്കഷ്ണങ്ങളായിക്കോട്ടെ പാറക്കഷ്ണങ്ങളായിക്കോട്ടെ, അവക്കെല്ലാം പ്രകൃതിയുടെ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. जब प्रकृति की अक्षर तुम पढ़ना शुरू करेंगे तो पत्थरों और चट्टानों की किताब हमें बहुत सारी बातें बता सकते हैं, പറഞ്ഞു തരാൻ കഴിയുന്നതായിട്ടുണ്ട്. शायद अब भी तुम उसे थोड़ा थोड़ा पढ़ना जानती हो. ഒരുപക്ഷേ ഇപ്പോൾ നിനക്ക് ഉസെ തോടാ തോടാ പഠന ജാൻതേ ഹോ, അവയെ കുറച്ചൊക്കെ പഠിക്കാൻ അറിയുമായിരിക്കാം. പ്രകൃതിയുടെ അക്ഷരങ്ങൾ എങ്ങനെയാണ് പഠിക്കുക എന്നത് अब തോടാ തോടാ, വളരെ കുറച്ചൊക്കെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാകാം എന്ന് ജവഹർലാൽ നെഹ്റു പറയുകയാണ്. जब तुम कोई छोटा सा गोल चमकीला रोड़ा देखती हो, എപ്പോഴാണോ നീ एक छोटा सा, ഒരു ചെറിയ, छोटा सा വളരെ ചെറിയ, ഗോൾ ചംകീല റോഡ ദേഖ്തി ഹോ, ഗോൾ ഗോളാകൃതിയിലുള്ള, ചംകീല മിനുസമാർന്ന, एक റോഡ ദേഖ്തി ഹോ, റോഡ കൽക്കഷ്ണം, ദേഖ്തി ഹോ കാണുന്നത്, തോ ക്യാ വ തുമേ കുച്ച് നഹി ബത്ലാത്ത, അവ നിന്നോട് ഒന്നും തന്നെ പറഞ്ഞു തരുന്നില്ലേ? പാറയുടെ സമീപത്തായിട്ട് ഗോളാകൃതിയിലുള്ള ഒരു കൽക്കഷ്ണത്തെ നമ്മൾ കാണുമ്പോൾ, മിനുസമുള്ള അത്തരം കൽക്കഷ്ണങ്ങൾ, തുമേ കുച്ച് നഹി ബത്ലാ സക്ത, നിനക്കൊന്നും തന്നെ പറഞ്ഞു തരാൻ കഴിയുന്നതല്ലേ? വോ കൈസേ, അവ എങ്ങനെയാണ്, ഗോൾ ചിക്ന ഓർ ചംകീല ഹോഗയ, ഇത്തരത്തിൽ ഗോളാകൃതിയിൽ, ചിക്ന മിനുസമാർന്ന, ഓർ ചംകീല ഹോഗയ, ചമക്കീല തിളക്കമുള്ളതായി മാറിയത് എന്നറിയാമോ? ഓർ ഉസ്കെ ഖുർദരെ കിനാരെ, അവയുടെ പരുപരുത്ത, ഖുർദരെ പരുപരുത്ത, കിനാരെ തീരങ്ങൾ, സൈഡുകൾ, കോനെ യാ ക്യാ ഹുവേ, അവയുടെ കൂർത്ത പരുപരുത്ത ആ തീരങ്ങൾക്ക്, മൂലകൾക്ക്, ക്യാ ഹോഗയ എന്ത് സംഭവിച്ചു? ആ കൽക്കഷ്ണങ്ങൾ കൂർത്തതും പരുപരുത്തതുമായിരുന്നു. ഉസ്ക കോനേക്കോ ക്യാ ഹുവ, അവയുടെ മൂലകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാമോ? അഗർ തും കിസി ബഡി ചട്ടാൻ കോ തോഡ്കർ, നിങ്ങൾ ഒരു വലിയ ചട്ടാൻ കോ കൽക്കഷ്ണത്തെ തോഡ്കർ പൊട്ടിച്ച്, ടുക്കടാ ടുക്കടാ കർ ഡാലോ, കഷ്ണം കഷ്ണങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ചെറിയ പീസുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ഹർ ഏക് ടുക്കട, ഓരോ കഷ്ണങ്ങളും, ഹർ ഏക് ടുക്കട, ഓരോ കഷ്ണങ്ങളും, ഗുർധര ഓർ നൊക്കീല ഹോഗ, അവ ഗുർധര പരുപരുത്തതും, നൊക്കീല മുനയുള്ളതുമായിരിക്കും. ഷാർപ്പ്, നൊക്കീല ഷാർപ്പായിട്ടുള്ള, മുനയുള്ളതായിരിക്കും ഓരോ ഭാഗവും. നമ്മളൊരു പാറയിൽ നിന്നും ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അവയുടെ ഓരോ മൂലകൾക്കും എന്തായിരിക്കും പ്രത്യേകത? ഗുർധര, അത് പരുപരുത്തരായിരിക്കും. അവയുടെ മൂലകൾ എല്ലാം നൊക്കീല ഹോഗ, നൊക്കീല ഷാർപ്പ്, മുനയുള്ളതായിരിക്കും. വ ഗോൾ
ചിക്കന റോഡാക്കി തര് അവ ഗോളാകൃതിയിൽ ചിക്കന മിനുസമാർന്ന റോഡേക്ക് തര് ഇത്തരം കൽക്കഷ്ണങ്ങളെ പോലെ ബിൽക്കുൽ നഹി ഒത്ത ഒരിക്കലും ആയിരിക്കുകയില്ല. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള കൽക്കഷ്ണങ്ങളെ പോലെ ആയിരിക്കുകയില്ല അവയുടെ രൂപം. ഗോളാകൃതിയിൽ ചിക്കന മിനുസമുള്ള കൽക്കഷ്ണങ്ങളെ പോലെ ബിൽക്കുൽ നഹി ഒത്ത ഒരിക്കലും ആയിരിക്കില്ല. आगे देखो, फिर वो कैसे इतना चमकीला चिकना और गोल हो गया. പിന്നീട് ആ കല്ലുകൾ കിത്തന ചംകീല ഇത്രയും തിളക്കമുള്ള മിനുസമാർന്നത്, ചിക്കന ഓർ ചംകീല, ചിക്കന മിനുസമാർന്ന ഓർ ചംകീല തിളക്കമുള്ളത്, കേസെ ഹോഗയ എങ്ങനെയായി, ഓർ ഗോൾ കേസെ ഹോഗയ ഈ ഗോളാകൃതിയിലേക്ക് അവയുടെ രൂപമാറ്റം എങ്ങനെയാണ് സംഭവിച്ചെന്ന് അറിയാമോ? देखो, अगर तुम्हारी आंखों देखे और कानों सुने तुम उसी के मुंह से उसकी कहानी सुन सकती हो. अगर तुम्हारी आंखों देखे, നിങ്ങൾക്ക് മകളോട് പറയുകയാണ്, തുമാരി ആംഖോൻ ദേഖെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട്, കാനോൻ സുനെ കേട്ടുകൊണ്ട്, ഉസീക്കി മൂസെ അവയുടെ വായിൽ നിന്ന് തന്നെ, ഉസ്കി കഹാനി സുൻ സക്തി ഹോ അവയുടെ കഥകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരിൽ നിന്ന്? ഇത്തരം കൽക്കഷ്ണങ്ങളിൽ നിന്നും. മിനുസമാർന്ന ഇത്തരം കൽക്കഷ്ണങ്ങളുടെ ഈ പരിവർത്തനം, ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ണുകൾ കൊണ്ട് കണ്ട്, ചെവികൾ കൊണ്ട് കേട്ട്, അവയുടെ വായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവയുടെ മാറ്റം എങ്ങനെയാണെന്ന്. വോ തുംസെ കഹെങ്കെ അവ നിങ്ങളോട് പറയും, കി എന്തെന്നാൽ, ഏക് സമയ് ഒരു സമയം, ജിസെ ഷായത് ബഹത് ദിൻ ഗുസ്രേ ഹോ അവ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ കടന്നുപോയതായിരിക്കാം. ബഹത് ദിൻ പെഹലെ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ, ഗുസ്രേ കഴിഞ്ഞുപോയൊരു കാര്യമായിരിക്കാം. വഹ്ബി എക് ചട്ടാൻ ക ടുക്കടാത അവയും ചട്ടാൻ ക എക് ടുക്കടാത ഒരു പാറയുടെ കൽക്കഷ്ണം തന്നെയായിരുന്നു. ടീക് ഉസി ടുക്കടേക്ക് തര് ആ കഷ്ണങ്ങളെപ്പോലെ, ഉസി ടുക്കടേക്ക് തര് ആ കഷ്ണങ്ങളെപ്പോലെ തന്നെയാണ്, ജോ ഹബി തും ദേഖ് സക്തി ഹോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള. ഉസ്മേ കിനാരെ ഓർ കോനെ ദേ ആ കല്ലുകളിൽ കിനാരെ അരുകുകളും കോനെ മൂലകളും ഉണ്ടായിരുന്നു. ആ കൽക്കഷ്ണങ്ങളിൽ കിനാരെ ഓർ കോനെ ദേ മൂർച്ചയുള്ള അരുകുകളും മൂലകളും ഉണ്ടായിരുന്ന ആ കൽക്കഷ്ണങ്ങളെ പോലെ തന്നെയായിരുന്നു അന്ന് ആ പാറക്കഷ്ണങ്ങളിൽ. ജിസേ തും ബഡി ചട്ടാൻ സെ തോർത്തി ഹോ അവ നീ ഏതോ വലിയ പാറക്കഷ്ണങ്ങളിൽ നിന്നും പൊട്ടിച്ചെടുത്ത അതേ രൂപം തന്നെയായിരുന്നു ഇന്ന് ഗോളാകൃതിയുള്ള ഈ കല്ലുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഷായത് വ കിസി പഹാഡ് കെ ദാമൻ മേ പടാ രഹ ഒരു പക്ഷേ ആ കല്ലുകൾ കിസി പഹാഡ് കെ ഏതോ പർവ്വതത്തിൻ്റെ ദാമൻ മേ താഴ്വരകളിൽ പടാ രഹ കിടക്കുകയായിരിക്കാം. പഹാഡ് കാ ദാമൻ പർവ്വതത്തിൻ്റെ താഴ്വരകളിലായിരിക്കാം ഈ കൽക്കഷ്ണങ്ങൾ കിടന്നിട്ടുണ്ടാകുക. വ തപ്പാനിയാകയ അപ്പോഴാണ് പാനി വെള്ളം അതിലൂടെ ആകയ ഒഴുകിയെത്തുകയും, और से बहाकर അതിനെ ഒഴുക്കിക്കൊണ്ട് ആ വലിയ പാറക്കഷ്ണങ്ങളെ അവിടെ നിന്നും ഒഴുക്കി ചോട്ടി ഘാട്ടി തക് ലേഗയ ചോട്ടി ഘാട്ടി ചെറിയ താഴ്വരകളിലേക്ക് ലേഗയ കൊണ്ടുചെന്നെത്തിച്ചു. വഹാസെ അവിടെ നിന്നും എക് പഹാഡി നാലേനെ അവിടെ നിന്നും ഒരു പർവ്വതത്തിൻ്റെ നാല അരുവികൾ, പഹാഡി നാല പർവ്വതത്തിൻ്റെ അരുവികൾ എന്ത് ചെയ്തു, ഠക്കേൽക്കർ തള്ളിക്കൊണ്ട് ഉസെ എക് ചോട്ടെ ദരിയമേ പഹുഞ്ചാ ദിയ അവയെ എക് ചോട്ടി ദരിയമേ ഒരു ചെറിയ നദിയിലേക്ക്, ചോട്ടെ സെ ദരിയ ചെറിയ നദിയിലേക്ക്, ദരിയ നദിയിലേക്ക് പഹുഞ്ചാ ദിയ എത്തിച്ചു. ഉസ് ചോട്ടെ സെ ദരിയെ സെ ആ ചെറിയ നദിയിൽ നിന്നും വോ ബഡേ ദരിയമേ പഹുഞ്ച അവ ബഡേ ദരിയമേ വലിയ നദിയിലേക്ക് പിന്നീട് ഒഴുകിയെത്തി, പഹുഞ്ച എത്തിച്ചേർന്നു. ഇസ് ബീച്ച് മേ ഉസ് ദരിയയ്ക്ക് പേന്തോ മേ ലൊട്ടക്താ രഹ ഇതിനിടയിൽ ആ ദരിയയ്ക്ക് പേന്തേമേ ആ നദിയുടെ പേന്ത അടിത്തട്ട്, നദിയുടെ അടിത്തട്ടിൽ ലൊടക്താരഹ ഉരുണ്ടുരുണ്ടാണ് മുന്നോട്ട് വന്നിരുന്നത്. വെള്ളത്തിലൂടെ അടിത്തട്ടിലൂടെ ഉരുണ്ട് ഒഴുകിയിട്ട് മുന്നോട്ട് വന്നിരുന്ന ആ കൽക്കഷ്ണങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഉസ്കെ കിനാരെ ഗിസക്കെ അവയുടെ അരികുകളെല്ലാം കിസക്കെ തേഞ്ഞുപോയി. ഓർ വോ ചിക്കന ഓർ ചമക്താർ ഹോഗയ അവ ചിക്കന മിനുസമുള്ള ചമക്താർ തിളങ്ങുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകാം. ഇസ് തരഹ് വോ കങ്കഡ് ബൻ ഗയ
जो तुम्हारे सामने है. ഇപ്രകാരത്തിലാണ് वो कंगड़ बन गया, അവയൊരു ചരൽ പോലെ മാറി തീർന്നത്. जो तुम्हारे सामने है, നിന്റെ മുന്നിൽ കാണുന്ന പോലെ മിനുസമുള്ള ഗോളാകൃതിയിലുള്ള ചരൽ പോലെയായി മാറിയത് അപ്രകാരമായിരിക്കാം. കിസി വജഹ് സെ, ഏതോ കാരണങ്ങൾ കൊണ്ട്, വജഹ് കാരണങ്ങൾ കൊണ്ട്, ദരിയ ഉസെ ചോട് ഗയ, ദരിയ നദി അവയെ എന്ത് ചെയ്തു, ചോട് ദിയ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കാം. നദിയിലൂടെ ഒഴുകി വന്ന ആ കൽക്കഷ്ണങ്ങളെ നദി പിന്നീട് എന്ത് ചെയ്യാം, ചോട് ഗയ ഉപേക്ഷിക്കുകയും ഓ തുമാരെ പാസാക്കി, പിന്നീട് തും ഉസെ പായി, നിനക്കെന്ത് ചെയ്തു, അവയെ കാണാൻ കഴിയുകയും ചെയ്തു. തും ഉസെ പാ ഗയി, നിനക്ക് അവയെ കാണാൻ കഴിയുകയും ചെയ്തു. അഗർ ദരിയ ഉസെ ഓർ ആകെ ലേ ജാത്ത, നദി അവയെ അവിടെ ഉപേക്ഷിക്കാതെ ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിലോ, വ ചോട്ടാ ചോട്ടാ ഹോത്തെ, അവ ചോട്ടാ ചോട്ടാ ഹോത്തെ, പിന്നീടും ചെറുതായിക്കൊണ്ട്, അന്തിമേ അവസാനം ബാലൂക്ക എക്സറ ഹോ ജാത്ത, ബാലൂക്ക സെറ മണൽ തരിയായിട്ട് മാറ്റപ്പെടാം. പിന്നീടും നദി അവയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നദിയുടെ അടിത്തട്ടിലൂടെ ഒഴുകി ഒഴുകി അതിൻ്റെ തീരങ്ങളെല്ലാം ചെറുതായിട്ട് ഓരോ തീരങ്ങളിലും കിസക്കർ തേയ്മാനങ്ങൾ സംഭവിച്ചുകൊണ്ട് ബാലൂക്ക എക്സറ ഹോ ജാത്ത, മണൽ തരിയായിട്ട് രൂപമാറ്റം സംഭവിച്ചേക്കാം. और समुद्र के किनारे, സമുദ്രത്തിൻ്റെ തീരത്തിൽ അപ്പനെ ബായോ സെജാ മിൽത്ത, തൻ്റെ സഹോദരന്മാരുടെ സമീപത്തെത്തിച്ചേരും. നമ്മൾ ചിത്രത്തിൽ ആദ്യത്തിൽ കണ്ടതുപോലെ സമുദ്രതീരത്തിലുള്ള മണൽ തരികളായിട്ട് തങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തെത്തുകയും ചെയ്തു. ജഹ എക് സുന്ദർ, അവിടെ എക് സുന്ദർ ബാലൂക്ക കിനാര ബഞ്ചാത്ത, സുന്ദരമായ മണൽ തരിയുടെ ഒരു തീരമായി തീരുന്നിരിക്കാം. സുന്ദരമായ മണൽ തരികളുടെ എക് കിനാര ബഞ്ചാത്ത ഒരു തീരമായിട്ട് ആ വലിയ പാറക്കഷ്ണത്തിന് മാറ്റം സംഭവിക്കാം. ജിസ് പർ ചോട്ടെ ചോട്ടെ ബച്ചെ, അത്തരം മണൽ തരികളിൽ ചോട്ടെ ചോട്ടെ ബച്ചെ, ചെറിയ ചെറിയ കുട്ടികൾ ഗേൽത്തെ കളിക്കുകയും ബാലൂക്കെ ഗറോന്തെ ബനാത്തെ, മണൽ കൊണ്ടുള്ള കളിവീടുകൾ നിർമ്മിക്കുകയും ചെയ്തിരിക്കാം. നമ്മൾ കടൽ തീരത്ത് പോയിട്ട് മണൽ കൊണ്ടുള്ള കളിവീടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇത്തരം കളിവീടുകൾ ഉണ്ടാക്കിയ ബാലുയുടെ തുടക്ക കാലഘട്ടം വലിയ പാറക്കഷ്ണങ്ങളും കൂർത്തതും പരിവരുത്തതുമായ അരുകുകൾ ഉള്ളതായിരുന്നു എന്ന് ലേഖകൻ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു പറയുകയാണ് മകളോട്. അദ്ദേഹം പറയുന്നു, അഗർ എക് ചോട്ടാസ റോഡ, ഇപ്രകാരം ഒരു ചെറിയ കൽക്കഷ്ണത്തിന് പോലും തുമ്മെ ഇത്തനി സാരി ബാത്തേ ബത്താ സക്തേ ഹേ, ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുമായിരുന്നെങ്കിൽ തോ പഹാഡോ ഓർ ദൂസരി ചീസേം, പർവ്വതങ്ങൾക്കും മറ്റ് വസ്തുക്കൾക്കും, ജോ ഹമാരെ ചാരോ തരഫ്, നമ്മുടെ നാലു ഭാഗത്തുമുള്ള അത്തരം വസ്തുക്കൾക്ക് ഹമേ ക്യാ ക്യാ ബാത്തേ മാലൂം ഹോ സക്തി ഹേ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കൽക്കഷ്ണത്തിന് പോലും ഇത്രയും വലിയൊരു കഥ നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയുമായിരുന്നെങ്കിൽ പ്രകൃതിയുടെ മറ്റു ജീവജാലങ്ങൾക്കും പാറക്കഷ്ണങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കുമെല്ലാം ഹമേ കിത്തനി ബഡി കഹാനിയാ ബത്താ സക്തേ ഹേ, നമുക്ക് എത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയും. ഇപ്രകാരത്തിൽ പ്രകൃതിയുടെ അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ട് പ്രകൃതിയെ അറിയുവാൻ തൻ്റെ മകളായ ഇന്ദിരയെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ കത്തിലൂടെ ചെയ്യുന്നത്. പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. നമുക്ക് ഒരു വർക്കിലേക്ക് കടക്കാം. വാക്യാംശോംക്കു ഉചിത് ഖാനോമിലേക്ക്, വാക്യാംശങ്ങളെ ഉചിതമായ സ്ഥാനത്തേക്ക് മാറ്റി എഴുതുക. കോളത്തിൽ രണ്ട് ഭാഗങ്ങളാണ്. പ്രകൃതിക്ക് സാത്ത്, പ്രകൃതിയുടെ കൂടെയുള്ള കാര്യങ്ങളും പ്രകൃതിക്ക് വിരുദ്ധ, പ്രകൃതിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളും. മുകളിൽ തന്ന സെൻറ്റൻസുകൾ ഇവയിൽ ഉചിതമായ ഭാഗത്തേക്ക് ചേർക്കുക. പേട് ലഗാന, മരം വെച്ച് പിടിപ്പിക്കുക. ഏത് കോളത്തിലേക്ക് മാറ്റാം? പേടോങ്കോ കാട്ട്ന, മരം മുടിക്കുക. മിട്ടിക്ക് സംരക്ഷൺ കർണ, മണ്ണ് സംരക്ഷിക്കുക. മിട്ടിക്കോ പ്രദൂഷിത് കർണ, മണ്ണ് മലിനമാക്കുക. പഹാഡോങ്ക സംരക്ഷൺ കർണ, പർവ്വതങ്ങളെ സംരക്ഷിക്കുക. ചട്ടാനോങ്കോ തോടന, പാറകളെ പൊട്ടിച്ചെറിയുക. നദി നാലോങ്കോ കൂടാ കച്ചറ ഡാൽന, നദിയും തോടുകളിലും കൂടാ കച്ചറ, മാലിന്യങ്ങൾ എറിയുക. ജലസ്രോതോങ്ക സംരക്ഷൺ കർണ, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക. ഈ വാക്കുകൾ പ്രകൃതിക്ക് സാത്ത്, പ്രകൃതിയോടൊപ്പം നിലനിൽക്കുന്ന സെൻറ്റൻസുകൾ ഒന്നാമത്തെ കോളത്തിലും പ്രകൃതിക്ക് വിരുദ്ധ, പ്രകൃതിക്ക് എതിരായിട്ടുള്ള പ്രവൃത്തികൾ രണ്ടാമത്തെ കോളത്തിലേക്കും മാറ്റി എഴുതുക. ഈ സെൻറ്റൻസുകളിൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ജെസെ പേട് ലഗാന, പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യമാണ്. മിട്ടിക്ക സംരക്ഷൺ കർണ, മണ്ണ് സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ സംരക്ഷണമാണ്. പഹാഡോം കാ സംരക്ഷൺ, നദി നാലോം പർ കൂടാ കച്ചറ ന ഡാൽന, ഇതെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ അടിസ്ഥാനമാക്കി
പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുന്ന ഒരു പോസ്റ്റർ കൂടി തയ്യാറാക്കുക. മറ്റൊരു വർക്കും കൂടി നിങ്ങൾ ചെയ്യുക. പ്രകൃതി സംരക്ഷण का संदेश देते हुए एक പോസ്റ്റർ भी तैयार करें. ഒരു പോസ്റ്ററും തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്ത കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുകയും വർക്കുകൾ ചെയ്യുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ പാഠഭാഗവുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.